ഒറ്റ രാത്രി കൊണ്ട് 90 പലസ്തീനികളുടെ ജീവനെടുത്ത് ഗസയിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം. ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഈ കൂട്ടക്കുരുതി. കൊല്ലപ്പെട്ടവരിൽ 24 പേർ കുട്ടികളാണ്. ഗാസ സിറ്റി, ബെത്ലാഹിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വീടുകളും സ്കൂളുകളും കെട്ടിടങ്ങളും ആക്രമണത്തിൽ തകർന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്ത കൂടി വരികയാണ്. അപ്പോൾ എന്തായിരിക്കാം ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള നീക്കങ്ങൾ? ബെഞ്ചമിൻ നെതന്യാഹു എത്രത്തോളം പിടിവാശി ഇക്കാര്യത്തിൽ കാണുന്നുണ്ട്? ഹമാസിലേക്ക് കുറ്റപ്പെടുത്തലുകൾ നടത്തുമ്പോൾ കരാർ ലംഘനം എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നടക്കം നമുക്ക് വിശദമായി പരിശോധിക്കണം. ഇന്റർനാഷണൽ ഡെസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കൊപ്പം ആര്യാപ്പിയും അശ്വജിത്തും രണ്ടുപേരും കൂടി ചോദിക്കുകയാണ്. ആര്യാപ്പി, ഈ ഗാസ വിഷയം, പലസ്തീൻ വിഷയമൊക്കെ നമ്മൾ ഒരുപാട് ദിവസം, എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുമ്പൊക്കെ വളരെ തീക്ഷ്ണമായിട്ട് അവിടുത്തെ ആക്രമണങ്ങൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം ഒരുങ്ങുമ്പോൾ ജീവഹാനികൾ കൂട്ടക്കുരുതിയിലേക്ക് വീണ്ടും ആ ഭൂപ്രദേശം പോവുകയാണോ? അതായത് ഗാസ അത് ഡൊണാൾഡ് ട്രംപിന്റെ വലിയൊരു പ്രൊജക്റ്റ് ആയിട്ട് ആണ് നമ്മൾ അതിനെ കണ്ടിരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു നൊബേൽ സമ്മാനം എന്നൊരു ഐഡിയ കൂടെ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പൊ 20 സമാധാന പദ്ധതി ഒക്ടോബർ 10 നിലവിൽ വന്നത്. അപ്പം ഇന്നേക്ക് 19 ദിവസമായിട്ടേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ പലതവണ പല പരാതികൾ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് 100 പേർക്കാണ് അവിടെ ജീവൻ നഷ്ടമായത്. അതിന് കാരണമായി ഇന്നലെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെയാണ് ആ ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ ആക്രമണം നടത്തിക്കോളൂ എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് പറയുന്നത്. അതിന് ഇവർ പറയുന്നത് അവിടെ ഹമാസ് ഒരു ആക്രമണം നടത്തി, അതിലൊരു ഇസ്രായേലി സൈനികന് ജീവൻ നഷ്ടമായി, അതുകൊണ്ട് തിരിച്ചടിച്ചതാണ് എന്നുള്ളത് ഇത് ഹമാസ് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞാണ് ഇപ്പോൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, ആശുപത്രികൾക്കും സ്കൂളുകൾക്കും നേരെയൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഉപാധികളുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വ്യാപകമായി ഇസ്രായേൽ തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്ന പരാതി കൂടി ഗാസയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം 20 ദിവസം പോലും തികച്ച് ആ സമാധാന കരാർ നിലനിന്നില്ല. അപ്പം ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന വന്നു. ട്രംപാണ് ഇടപെട്ടതൊക്കെ. അപ്പം ട്രംപ് പറയുന്നുണ്ട് സമാധാന കരാറൊക്കെ നടപ്പാകുന്നുണ്ട്, പക്ഷേ ഒരു ഇസ്രായേൽ സൈനികനെതിരെ ആക്രമണം നടത്തി ഇസ്രായേൽ സൈനികന് ജീവൻ നഷ്ടമായി, അതിന് തിരിച്ചടിയാണ് കൊടുത്തത്. അതൊക്കെ നടക്കും, പക്ഷേ സമാധാന കരാർ നിലനിൽക്കുന്നുണ്ട്. അതാണ് അശ്വത്ത്. നോക്കൂ, അവിടെ ചാരം മൂടിയ ഭൂമിയിലേക്ക് എങ്ങനെ വ്രണതാഹൃദയരായി എല്ലാം നഷ്ടപ്പെട്ടവർ പോയവർ, അവിടെ നിന്ന് പലായനം ചെയ്ത പലരും ഈ കരാറിനെയും ഈ സമാധാന കരാറിനെയൊക്കെ വിശ്വസിച്ചാണ് അവിടേക്ക് എത്തുന്നത്. അവിടേക്ക് വീണ്ടും ഈ കുഞ്ഞുങ്ങളുടെ വിലാപം, രക്തച്ചൊരിച്ചിൽ, എത്രയോ പേർ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഗർഭിണികളടക്കം കുഞ്ഞുങ്ങളടക്കം ഈ ദുരന്തത്തിന്റെ പരിധിയിലേക്ക് വരികയാണ്. മരണത്തിനപ്പുറത്തേക്ക് മുറിവേറ്റ് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമാവുകയാണെങ്കിൽ എന്താണ്, എവിടെയാണ്? നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഈ പറയുന്ന ഹമാസ് നിഷേധിക്കുന്നുണ്ട്. പക്ഷെ പറയുന്നത് എന്താണ്? ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ നിലപാട് പറയുന്നു. സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാം. അതായത് നെതന്യാഹു ഉണ്ടെങ്കിൽ യുദ്ധമുണ്ടെങ്കിൽ നെതന്യാഹുവുമുണ്ട്. പക്ഷേ യുദ്ധമില്ലാതെ നെതന്യാഹുവിന് നിലനിൽക്കാനും പറ്റില്ല. ഇത് സൈനികപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല, അതൊരു പൊളിറ്റിക്കലാണ്. നെതന്യാഹുവിൻ്റെ ഓരോ ആക്ഷൻസും, അതായത് ഈ സമാധാന കരാറിന് മുമ്പായാലും അതിന് ശേഷമായാലും ഓരോ ആക്ഷനും പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രംപ് മുന്നോട്ട് വെച്ച കരാറിലെ ഒപ്പിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അതിലെ വ്യവസ്ഥകൾ കൊണ്ടോ സാധ്യമല്ല. നെതന്യാഹുവിൻ്റെ കൃത്യമായൊരു പൊളിറ്റിക്കലായൊരു ഡിസിഷൻ അവിടെ വന്ന് നെതന്യാഹു വിചാരിക്കാതെ ഇതിൽ ഒരു കൃത്യമായൊരു അമേരിക്ക ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് ഇന്നത്തെ ആക്രമണത്തെ കുറിച്ച് പോലും ആ ട്രംപിന്റെ പ്രസ്താവന വായിച്ചാൽ ഇസ്രായേൽ അമേരിക്കയോട് ഈ ഒരു ഇവിടെ കാരണം അമേരിക്ക ഇടപെട്ടാണല്ലോ ട്രംപ് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയതാണല്ലോ ഈ സമാധാന കരാറിനെ കുറിച്ച്. ഇന്നത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വായിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്താൻ പോവുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ആക്രമിക്കേണ്ടി വന്നത് എന്ന് ആ ട്രംപിന്റെ പ്രസ്താവന വായിച്ചാൽ അപ്പോൾ അമേരിക്കയ്ക്ക് ബോധ്യമുണ്ട് ആ ഗാസയിൽ അമേരിക്ക തന്നെ കൊണ്ടുവന്ന സമാധാന കരാർ അവിടെ ലംഘിക്കപ്പെടാൻ പോവുകയാണ്. 100 കണക്കിന് മനുഷ്യരാണ് കൊന്നൊടുക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു വശം കൂടെ പറയണം. ഹമാസ് പരിപൂർണമായും ഈ കരാറിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുകൂടെ പറയേണ്ടി വരും. കാരണം അതായത് അവരെ സംബന്ധിച്ചോളം അറിയാമല്ലോ അവരുടെ സംഘടനയുടെ എന്താണ്, അവരുടെ ആ സംഘടനയുമായി ബന്ധപ്പെട്ട അവരുടെ ഐഡിയോളജി എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു പച്ചയായ രീതിയിൽ നമുക്ക് അതിനെ വിലയിരുത്താനും കഴിയുകയില്ല. അതിൽ ഇസ്രായേൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി, ഇപ്പം ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ബന്ദികളെ മോചിപ്പിച്ചു, അതോടൊപ്പം തന്നെ കൊന്നുകളഞ്ഞ മൃതദേഹങ്ങൾ പക്കലുണ്ട്, ഹമാസിന്റെ പക്കലുണ്ട്. അത് വിട്ടു നൽകുന്നതൊക്കെ നേരത്തെ തന്നെ ഈ ശരീരഭാഗങ്ങളാണ് വിട്ടു നൽകുന്നത്. അതൊക്കെ അതിന് DNA പരിശോധനയൊക്കെ നടക്കുമ്പോൾ 2023 വീണ്ടെടുത്ത മൃതദേഹങ്ങളുടെ ഏതെങ്കിലും അവശിഷ്ടങ്ങളൊക്കെയാണ് ഹമാസ് കൈമാറുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹമാസ് കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് കുറച്ച് ദിവസമായി തന്നെ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഗാസയിലെ പാവപ്പെട്ട ഒരർത്ഥത്തിൽ പലസ്തീന് വേണ്ടിയുള്ള ഐക്യദാർഢ്യം നമുക്ക് ഇവിടെ വീണ്ടും തുടരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അല്ലേ?
സംജാതമാവുകയാണ്. അപ്പോൾ ഇനി ഈ അറബ് ലോകത്തെ എന്തെങ്കിലും പ്രതികരണം അങ്ങനെ എന്തെങ്കിലും പുതുതായിട്ട്? ഇല്ല, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് നിലവിലൊരു പ്രതികരണം വന്നത്. വൈസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് വളരെ അപക്വമായ ഒരു ഇതാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സമാധാന ഉടമ്പടി ഉണ്ടെങ്കിലും ഉണ്ടാകും. ചെറിയ അതൊക്കെ സ്മോൾ സ്മർക്കിഷസ് എന്നാണ് JD പക്ഷേ ഇത് വാൻസ് പറയുന്നത്. ഒരുപാട് ഈ ഒറ്റപ്പെട്ടത് നമ്മളിവിടെ കേരളത്തിൻ്റെയൊക്കെ പല കൺസെപ്റ്റിൽ ഒറ്റപ്പെട്ടത് എന്ന് പറയുമ്പോഴും ഈ ഒറ്റപ്പെട്ടത് ഒരുപാടായി കഴിഞ്ഞ ഈ ദിവസങ്ങൾക്കകം തന്നെ നിരവധി പേരാണ് അവിടെ മരിച്ചത്. തീർച്ചയായും. അപ്പോൾ അന്താരാഷ്ട്ര ലോകത്തെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാധാന കരാറൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വരയായി ജലരേഖയായി വീണ്ടും മാറുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.